പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാനിപ്പോൾ കുറച്ച് കാലമായി വീഡിയോ ചെയ്തിട്ട് ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നിരിക്കുന്നത് നമ്മുടെ ഇറാൻ ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ വേണ്ടിയാണ്. ഇതിൻ്റെ ഒരു കാതലായ വശം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഒരു ആശയം അവരുടെ നമ്മുടെ ഈ മിഡിൽ ഈസ്റ്റ് പിടിച്ചെടുക്കുക എന്നതാണ്. അതിൻ്റെ ഒരു വലിയൊരു അപകടം അതിൽ ഒളിഞ്ഞിരിക്കുന്നത്, അവർ എങ്ങാനും മിഡിൽ ഈസ്റ്റ് പിടിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരുടെ താവളമായി മാറ്റുകയാണ് ഉണ്ടാവുക. അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക നമ്മുടെ മലയാളി സമൂഹത്തിനെ തന്നെയാണ്. നമുക്കായിരിക്കും ഏറ്റവും കൂടുതൽ പ്രശ്നം. ഈ അറബികൾ വെറും മടിയന്മാരും അന്നൗത്തികളുമായത് കാരണം തന്നെ ഈ ഇറാനെ അവർ തകർത്തു കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ എളുപ്പമായി. പിന്നീട് ഒരു ദിവസം കൊണ്ട് ബാക്കി മിഡിൽ ഈസ്റ്റ് അവർക്ക് പിടിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും എന്നതാണ് വസ്തുത. അതുകൊണ്ടാണ് അവർ ഇറാനെ ആദ്യം തന്നെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ വേണ്ടി നോക്കുന്നത്. വേറൊന്നും അവരുടെ മുമ്പിൽ ഒരു ഭീഷണിയല്ല. ഇതിലെ ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പണം ഉള്ളത് ഈ അറബികളുടെ കയ്യിലും അതേസമയത്ത് ബുദ്ധിയും ശക്തിയും ഉള്ളത് ഇറാൻ്റെ കയ്യിലുമായിപ്പോയി. അതാണ് ഇതിലെ ഒരു വലിയൊരു പ്രശ്നമായിട്ട്, നമ്മുടെ ലോകത്തിന് വലിയൊരു പ്രശ്നമായിട്ടുള്ളത്. ഇറാൻ അവരുടെ മാക്സിമം അവരുടെ എല്ലാ കഴിവും ഉപയോഗിച്ച് തന്നെ ഈ ചെറ്റകളെ അങ്ങനെ ഈ എന്താ പറയുക, അവരെ നല്ല വാക്കുകൾ കൊണ്ടൊന്നും നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റില്ലല്ലോ. ഈ ചെന്നായിക്കൂട്ടങ്ങളെന്ന് തന്നെ പറഞ്ഞാലും തെറ്റില്ല. അത്ര മാത്രം ക്രൂരന്മാരായ മനുഷ്യരാണ് ഇവന്മാർ. ആയതിനാൽ ഈ യുദ്ധം ഇറാൻ വിജയിക്കേണ്ടത് ലോകത്തിന് തന്നെ ഒരു അത്യന്താപേക്ഷിതമായ ഘടകമാണ്. അവരുടെ എല്ലാ കളിയും പിന്നെ ഈ പെട്രോൾ വിൽപ്പന യുവാനിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ തന്നെ അമേരിക്കയുടെ എല്ലാ കളിയും നിൽക്കും. അതിന് മറ്റു രാജ്യങ്ങൾ കൂടി സഹകരിച്ചു കഴിഞ്ഞാൽ അത് ആ കാര്യം എളുപ്പമായിട്ട് ചെയ്യാൻ വേണ്ടിയും സാധിക്കും. അമേരിക്കയുടെ ഈ കളി മറ്റ് രാജ്യങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്ന ഈ ശൈലി ഒരു കാലത്തും തന്നെ ഒഴിവാക്കാൻ വേണ്ടി പോകുന്നില്ല. അവരിത് തുറന്നുകൊണ്ടേയിരിക്കും. അതിന് നമുക്കാകെ ചെയ്യാൻ പറ്റുന്നത് അവരുടെ ഈ സാമ്പത്തിക സ്രോതസ് ഇല്ലാതാക്കുക എന്നത് തന്നെയാണ്. അതിന് മറ്റ് എല്ലാ രാജ്യങ്ങളും ഒത്തൊരുമിച്ച് ഈ പെട്രോൾ വിനിമയം യുവാനിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കറൻസികളിലേക്കോ മാറ്റി അവരുടെ സാമ്പത്തിക ശൃംഖല തകർക്കുക എന്നതാണ് ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യം. എങ്കിൽ ലോകത്തിന് തന്നെ ഒരു നിലനിൽപ്പുള്ളൂ. അല്ലാത്ത പക്ഷം ലോകം തന്നെ തകർന്നു പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകും എന്നതാണ് വസ്തുത. ആയതിനാൽ ഒന്നുകിൽ ഇറാൻ്റെ വിജയം നമുക്ക് ആവശ്യമാണ്, അല്ലെങ്കിൽ ഈ യുദ്ധത്തിനൊരു വിരാമം നമുക്ക് ആവശ്യമാണ്. ഇനി മേലാൽ അവർ തലപൊക്കാത്ത രീതിയിലുള്ളൊരു വിരാമം നമുക്ക് ആവശ്യമാണ്. ഇറാൻ്റെ എല്ലാ സകലമാന അങ്ങനെയുണ്ടല്ലോ, അവരുടെ സകല അവരുടെ എല്ലാ പരമോന്നത നേതാവും അവരുടെ എല്ലാ ശക്തി, അവരുടെ എല്ലാ വലിയ വലിയ നേതാക്കൾ എല്ലാവരെയും അവർക്ക് നഷ്ടപ്പെട്ടിട്ടും അവർ പെരുതുക തന്നെയാണ്. അവർ പിന്നോട്ടില്ല. അതാണ് അവരുടെ ആ ഇച്ഛാശക്തി. ഇന്ന് ലോകത്ത് ഒരു രാജ്യത്തിനും അതില്ല എന്നതാണ് വസ്തുത. അത്രയും ധീരനും കൈവിട്ടവരുമാണ് ഇറാനികൾ. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ അമേരിക്കക്ക് ഒരിക്കലും അവർ പരാജയപ്പെടുത്താൻ വേണ്ടി സാധിക്കില്ല. കൊല്ലുവാൻ ചിലപ്പം സാധിച്ചിരിക്കാം, പക്ഷേ അവരെ ഒരിക്കലും പരാജയപ്പെടുത്താൻ അമേരിക്കക്ക് സാധിക്കില്ല എന്നത് തന്നെയാണ് വസ്തുത. താങ്ക്സ് ഫോർ വാച്ചിങ് എവരിവൺ. ഗുഡ് ബൈ.